ഹായ്, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിച്ചത് സോളാർ പാനലുകളെയും ബാറ്ററി സ്റ്റോറേജുകളെയൊക്കെ പറ്റിയാണ്. ആ വീഡിയോയുടെ ചർച്ചയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു എല്ലാ സോളാർ സിസ്റ്റങ്ങൾക്കും ബാറ്ററി ആവശ്യമുണ്ടോ എന്നുള്ളത്. അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് വേറൊരു പോയിന്റ് കൂടെ ചർച്ച ചെയ്തു പോകാം. നമ്മൾ സോളാറുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വളരെ കോമൺ ആയി കാണുന്ന ഒരു ചോദ്യമാണ്, പുറത്ത് ലൈനിൽ വൈദ്യുതി പോയാലും നമ്മുടെ വീട്ടിൽ വൈദ്യുതി ലഭിക്കില്ലേ, നമ്മൾ സോളാർ വെച്ചിട്ടുണ്ടല്ലോ. ഇത് വളരെ കോമൺ ആയ ഒരു ചോദ്യമാണ്. പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, സോളാർ വെച്ചാൽ ബാറ്ററി ഓട്ടോമാറ്റിക്കായി വരുമോ? അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് ക്ലാരിറ്റി വരുത്താം. അതിനായി നമ്മൾ അറിയേണ്ടത് സോളാർ സിസ്റ്റങ്ങളെ പറ്റിയാണ്. ബേസിക്കലി 3 തരം സോളാർ സിസ്റ്റങ്ങളാണ് നിലവിലുള്ളത്. ആദ്യത്തേത് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയും, രണ്ടാമത്തേത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയും, മൂന്നാമത്തേത് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയും. നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റങ്ങളായിരുന്നു. ഇവയിൽ നമ്മൾ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കും, അതിനുശേഷം സോളാർ പാനലുകളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കും. അതേസമയം തന്നെ ബാറ്ററി സ്റ്റോറേജ് ചെയ്യുകയും ചെയ്യും. രാത്രി സമയങ്ങളിൽ ഈ ബാറ്ററികളിൽ നിന്നെടുത്ത് നമ്മുടെ ഉപകരണങ്ങൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അതിനുശേഷം വന്ന സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവ കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവും മെയിൻ്റനൻസ് ഫ്രീയുമാണ്. ഇതിനെ ഗ്രിഡ് ഇന്ററാക്റ്റീവ് സിസ്റ്റം എന്നും പറയും. അതായത് നമ്മുടെ ലൈനുമായി ഇന്ററാക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. എപ്പോഴൊക്കെ നമ്മുടെ ലൈനിൽ വൈദ്യുതി ലഭ്യമാണോ അപ്പോഴെല്ലാം നമ്മുടെ സോളാർ സിസ്റ്റം അവയുമായി ഇന്ററാക്ട് ചെയ്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം മിച്ചമുള്ള കറണ്ട് ലൈനിലേക്ക് കൊടുക്കുകയും ചെയ്യും. എപ്പോൾ ലൈനിലെ വൈദ്യുതി കട്ടാവുന്നു അപ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം ഓഫ് ആവുന്നതാണ്. ഇതൊരു സേഫ്റ്റി ഫീച്ചറാണ്. ഇതിനെ ആന്റി ഐലൻഡിങ് മോഡ് എന്ന് പറയും. അടുത്ത സിസ്റ്റമാണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഹൈബ്രിഡ് എന്ന വാക്ക് പോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റവും ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റവും ചേർന്ന് പ്രവർത്തിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ഒന്നായി മെർജ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ലൈനുമായി ഇന്ററാക്ട് ചെയ്ത് അധികമുള്ള വൈദ്യുതി ലൈനിലേക്ക് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ലൈനിൽ എപ്പോൾ വൈദ്യുതി കട്ടായാലും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾക്ക് വൈദ്യുതി തരാൻ ഹൈബ്രിഡ് സിസ്റ്റങ്ങൾക്ക് സാധിക്കും. അതിനായുള്ള പ്രത്യേക അറേഞ്ച്മെന്റുകൾ ഈ ഹൈബ്രിഡ് സിസ്റ്റങ്ങളിൽ ലഭ്യമാണ്. അപ്പോൾ ശരിക്കും ബാറ്ററി ആർക്കാണ് ഏറ്റവും യൂസ്ഫുൾ എന്നൊരു ചോദ്യം വരും. അത് ശരിക്കും ഒരു ടെക്നിക്കൽ ഡിസിഷൻ അല്ല, നമ്മുടെ റിക്വയർമെന്റ് ആണ്. വളരെ പവർ കട്ട് കുറവുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ പകൽ സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവയിലെല്ലാം ഓൺ ഗ്രിഡ് സിസ്റ്റം വളരെ പ്രയോജനകരമായി വർക്ക് ചെയ്യുന്ന ഒന്നാണ്. തിരിച്ച് വളരെയധികം ഫ്രീക്വന്റ് ആയ പവർ സപ്ലൈ ഇന്ററപ്ഷൻസും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും അതുപോലെ രാത്രി സമയങ്ങളിൽ കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളതും അല്ലെങ്കിൽ അൺഇൻറ്ററപ്റ്റഡായി വൈദ്യുതി ലഭിക്കേണ്ട സാഹചര്യങ്ങളുള്ള കേസുകളിൽ നമ്മൾ ഹൈബ്രിഡ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഈ രണ്ടാമത് പറഞ്ഞ സിനാരിയോയിൽ ബാറ്ററി എന്ന് പറയുന്നത് ശരിക്കും ഒരു പീസ് ഓഫ് മൈൻഡ് തരും. അതുപോലെ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബാറ്ററി ശരിക്കും ഒരു കോസ്റ്റ്ലി കമ്പോണന്റ് ആണ്. അത് ട്യൂബുലർ ബാറ്ററി ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിഥിയം ബാറ്ററി ആയിക്കോട്ടെ, രണ്ടും ഒരുപോലെ വില വരുന്ന ഒരു ഘടകം തന്നെയാണ്. ലിഥിയം ബാറ്ററി വില ലക്ഷങ്ങളിൽ തന്നെ വരും. പക്ഷെ അവയ്ക്ക് അതുപോലെ തന്നെ വാറണ്ടി, വളരെ ഉയർന്ന വാറണ്ടി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ലിഥിയം ബാറ്ററിയും അതിന്റെ ഇൻവെർട്ടറും കോമ്പിനേഷനുകൾക്ക് ഇന്നത്തെ മാർക്കറ്റിൽ 10 വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന പ്രോഡക്റ്റുകൾ ലഭ്യമാണ്. അതുകൊണ്ട് നമ്മളൊരു 10 വർഷം ഒരു സ്ഥാപനത്തിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജനറേറ്റർ, ഫ്യൂവൽ, അതിന്റെ മെയിൻ്റനൻസ്, നോയിസ്, സ്ട്രെസ് ഇവയെല്ലാം കൂടെ ആഡപ്പ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി കോസ്റ്റ് വിൽ മേക്ക് സെൻസ്. അതുകൊണ്ട് തന്നെ ഏത് സോളാർ സിസ്റ്റം വേണമെന്നുള്ളത് ഒരു ടെക്നിക്കൽ ഡിസിഷൻ അല്ല, അത് നമ്മുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസിഷനാണ്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത ഒരു വീഡിയോയിൽ നമുക്കൊരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെയും അതുപോലെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെയും റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, താങ്ക് യു.